നമസ്കാരം, ഞാൻ ഡോക്ടർ അനുശ്രീ, ഫിസിഷ്യൻ, ചങ്ങമ്പള്ളി വൈദ്യഭവൻ. ബ്രെയിൻ ട്യൂമേഴ്സ് അഥവാ തലച്ചോറിലെ മുഴകൾ നമ്മളിൽ പലർക്കും കേട്ടുപരിചയമുള്ള ഒരു അസുഖം തന്നെയായിരിക്കണം ബ്രെയിൻ ട്യൂമേഴ്സ്. നമ്മൾ പലർക്കും ഭീതി ഉണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ് ബ്രെയിൻ ട്യൂമേഴ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളുടെ കൂടെ സംസാരിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഡോക്ടറാണ് ഡോക്ടർ ഷാനി. ഷാനി ഡോക്ടറോട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാം. ഡോക്ടർ, ഈ ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നും അത് എത്ര രീതിയിലുണ്ടെന്ന് ഡോക്ടർ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ? ബ്രെയിൻ ട്യൂമർ ജനറലി നമ്മൾ രണ്ട് രീതിയിലാണ് പറയുക. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ തന്നെ ആദ്യം വരുന്നത് തലച്ചോറിൽ തന്നെയാവും, മുഴകൾ തലച്ചോറിൽ തന്നെ വരുന്നതാണ്. സെക്കൻഡറി ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ മറ്റ് ഓർഗനിൽ വന്നിട്ട് അവിടുന്ന് മെറ്റാസ്റ്റാറ്റിസ് വന്നിട്ട് ബ്രെയിനിൽ ട്യൂമർ വരുന്നതാണ്, മുഴകൾ വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ്, സെക്കൻഡറി ബ്രെയിൻ ട്യൂമേഴ്സ്. അപ്പൊ ഇവ തമ്മിലുള്ള സിംറ്റംസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവയുടെ കാണിക്കുന്ന ഒരു രോഗിയിൽ കാണിക്കുന്ന അവസ്ഥാന്തരങ്ങൾ എന്തൊക്കെയായിരിക്കും? സിംറ്റംസ് ബ്രെയിൻ ട്യൂമറുകളിൽ ഓരോ ബ്രെയിൻ ട്യൂമറിലും ഡിഫറെൻ്റ് ആണ്. അതായത് ബ്രെയിനിൽ ഏത് പാർട്ടിലാണ് മുഴ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സിംറ്റംസ് ആണ് കാണിക്കുക. ചിലരിൽ തലവേദന ആയിട്ടാവും, ചിലർക്ക് ഫിറ്റ്സ് വരാം, അല്ലെങ്കിൽ ഛർദി ഉണ്ടാവാം. ഇനിയിപ്പോൾ സ്പീച്ച് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ ഒരു നടക്കുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക്നെസ് ആയിട്ട് ബ്രെയിനിൽ ഏത് പാർട്ടിലാണ് വന്നിട്ടുള്ളത് മുഴ അതിനനുസരിച്ചുള്ള സിംറ്റംസ് ആണ് കാണിക്കാറുള്ളത്. ഇപ്പോൾ ഡോക്ടർ ബ്രെയിൻ ട്യൂമറുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പൊതുവെ ഈ ബ്രെയിൻ ട്യൂമറുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ, അത് ഏത് വിഭാഗത്തിലേക്ക്? കുട്ടികളിൽ വളരെയധികം കാണുന്നുണ്ട് ട്യൂമറുകൾ, ബ്രെയിൻ ട്യൂമറുകൾ. മുതിർന്നവരിലും ഉണ്ട്. പ്രൈമറി ബ്രെയിൻ ട്യൂമറുകൾ കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണും. കുട്ടികളിൽ കാണുന്നത് അധികം പ്രൈമറി ബ്രെയിൻ ട്യൂമറുകൾ തന്നെയാവും. സെക്കൻഡറി വലിയ ആളുകളിൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. വലിയ ആളുകളിലും പ്രൈമറിയും വരാറുണ്ട്. ഓക്കെ, ഈ കുട്ടികളിൽ എന്ന് പറയുമ്പോൾ കുട്ടികളിലെ നമ്മളിപ്പോൾ ഈ കീമോ, റേഡിയേഷൻ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടാണോ കുട്ടികളെ നമ്മൾ അപ്രോച്ച് ചെയ്യാറ്, അതോ ഡയറക്റ്റ് വരുന്ന കേസുകളും ഉണ്ട്. പിന്നെ അതല്ലാണ്ട് കീമോ ചെയ്ത പേഷ്യൻസ് വരാറുണ്ട്. സർജറി കഴിഞ്ഞ ഉടനെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. ആക്ച്വലി കുട്ടികളെ കേസാകുമ്പോൾ എല്ലാവരും കൂടുതൽ കൺസേൺ ആവുമല്ലോ. ബ്രെയിൻ ട്യൂമർ സർജറി ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ സർജറി തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സർജറി കഴിഞ്ഞ ഉടനെ വരുന്ന പേഷ്യൻസും നമുക്കുണ്ട്. സർജറി ചെയ്യാതെ ഡയറക്റ്റ് സിംറ്റംസ് എന്തെങ്കിലും കണ്ട് ഡയഗ്നോസ് ചെയ്തിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. കീമോൻ്റെ കൂടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. സർജറി കഴിഞ്ഞവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഈ നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്റേണലി മെഡിസിൻ കൊടുത്തിട്ടാണോ അതോ പുറത്തുള്ള അപ്ലിക്കേഷൻസ്? രണ്ടും ഉണ്ട്. പിന്നെ ഇന്റേണൽ മെഡിക്കേഷൻ കൊടുക്കാറുണ്ട്. നമ്മളൊരു പേഷ്യന്റ് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇന്റേണൽ മെഡിസിൻസ് ഒരു 2 വീക്സിൽ കൊടുക്കും. എന്നിട്ട് പേഷ്യൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് പിന്നെ അഡ്മിഷൻ ചെയ്തിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റുകൾ അതിൻ്റെ കൂടെ ഇന്റേണൽ മെഡിസിൻസും കൂടെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഇത്രയും പറഞ്ഞു ബ്രെയിൻ ട്യൂമറെ കുറിച്ചിട്ട്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഒരുപാട് ബ്രെയിൻ ട്യൂമർ കേസസുകൾ. അതിൽ ഡോക്ടർക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് എന്താ പറയുക കോംപ്ലിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് പറയാൻ വേണ്ടി ഡോക്ടർ ഒരു കേസ് നമുക്കൊന്ന്. ഒരുപാട് കേസുകളുണ്ട് ആക്ച്വലി. നമുക്ക് ഗ്ലയോമ, മെഡുലോബ്ലാസ്റ്റോമ, എല്ലാ കേസുകളും കുട്ടികളുടെ കേസുകൾ ഒരുപാട് വരാറുണ്ട്. വലിയവരിലും കേസുകൾ വരുന്നുണ്ട്. അതിൽ കുട്ടികളുടെ കേസിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നതൊന്ന് ഒരു 4 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടികളെ കേസാകുമ്പോൾ എല്ലാവർക്കും കേൾക്കാനും അറിയാനും കൂടുതലൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത് 4 വയസ്സുള്ളൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഗ്ലയോമ വന്നിട്ട് നമ്മളെടുത്തെത്തുമ്പോൾ കുട്ടി സർജറി കഴിഞ്ഞ് ഒരു 3 months കഴിഞ്ഞിട്ട് റീഒക്കറൻസ് ഉണ്ടായപ്പോൾ വീണ്ടും വന്നതാണ്. റീഒക്കറൻസ് വന്നപ്പോൾ അവർ കൺസൾട്ട് ചെയ്തപ്പോൾ അവർക്കൊരു ഓപ്ഷൻ പറഞ്ഞത് കീമോ ചെയ്യാം, സർജറി ഇനി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കീമോ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം എഫക്റ്റ് കിട്ടുന്ന ഒരു ഏരിയയിലല്ല ട്യൂമർ ഉള്ളത്. അപ്പോൾ പാരൻസും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ആക്ച്വലി. എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് നന്നാവുക എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു അവർ നമ്മളടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇത്രയധികം കേസുകൾ ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഈ വക കേസുകൾ ചെയ്യുന്നുണ്ട്. കുറേ വർഷമായിട്ട് ഇരിക്കുന്ന പേഷ്യൻസ് ഉണ്ട് നമുക്ക്. ഈ വക എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞെങ്കിലും അവർ അത്രത്തോളം കൺവിൻസ്ഡ് ആയിരുന്നില്ല. അവർക്കിനി ഇത് ചെയ്തു കഴിഞ്ഞാൽ കൊള്ളാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. അങ്ങനെ അവർ നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു പേഷ്യൻറ്റിനെ മീറ്റ് ചെയ്ത് അന്ന് തന്നെ അവിടെ ഒ പിയിൽ വന്ന വേറൊരു പേഷ്യൻറ്റ് ബ്രെയിൻ ട്യൂമർ കേസാണ്, ഒന്നും ചെയ്യാത്ത പേഷ്യൻ്റ് ആയിരുന്നു. ഗ്ലയോമ കേസ് തന്നെയാണ്, സർജറി ചെയ്തിട്ടില്ല, കീമോ റേഡിയേഷൻ ഒന്നും ചെയ്തിട്ടില്ലാത്ത കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുള്ളൊരു കേസായിരുന്നു. അവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ വന്നപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെ അവർ നമ്മളടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു ഫസ്റ്റ്
ഫസ്റ്റ് മന്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരുന്നു. അഡ്മിഷൻ ടൈമിൽ നല്ല ഫ്ലൂയിഡൊക്കെ ഉണ്ടായിരുന്നു തലയിൽ, അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു. പിന്നെ MRI നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ പെട്ടെന്ന് പൊതുവെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണോ MRI എടുക്കാറ്, സ്കാനുകൾ? ട്രീറ്റ്മെന്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എടുക്കാറ്. ഒരു ഫസ്റ്റ് 3 months ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് നമ്മൾ MRI സ്ക്രീനിങ് പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് MRI എടുത്ത് ചെക്ക് ചെയ്യാറുണ്ട്, ഇമ്പ്രൂവ്മെന്റ് അറിയാൻ വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റ് എങ്ങനെ പോകണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ പൊതുവെ ഉള്ള ഒരു സംശയമായിരിക്കും എല്ലാവർക്കും, ആയുർവേദം എന്ന് പറയുമ്പോൾ പഥ്യം അപഥ്യം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഈ പഥ്യാപഥ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? ക്യാൻസർ എന്നല്ല, നമുക്ക് ആയുർവേദത്തിൽ ഏത് രോഗത്തിനാണെങ്കിലും മരുന്നിനേക്കാൾ കൂടുതൽ പഥ്യം രോഗത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ രോഗത്തിന് കഴിക്കാൻ പറ്റാത്ത മെഡിസിൻസും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുമാണ് നമ്മൾ പേഷ്യൻസിന് പറയുക. അത് കണ്ടീഷൻ വൈസ് നമ്മൾ ഓരോ പേഷ്യൻറ്റിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ നേരത്തെ ഒരു 4 വയസ്സായ ഒരു കുട്ടിയുടെ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ നമ്മളെ ഹോസ്പിറ്റലിൽ വന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കുട്ടികളുടെ ഒരു ഏജ്, അതേപോലെ അവരുടെ ഒരു കണ്ടീഷൻ, നമ്മളെ ട്രീറ്റ്മെന്റ്, ഈ ഒരു ട്രയാങ്കിൾ എന്ന് നോക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, ആ ഒരു മാനേജ്മെന്റ്? അതായത് കുട്ടികളെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ആക്ച്വലി പേഷ്യന്റ് പാർട്ടി അങ്ങനെ ആ ഒരു സങ്കടത്തോടെ ആവും വരിക, കുട്ടി കോപ്പറേറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടാവും വരിക. പക്ഷെ പല കേസിലും കോപ്പറേറ്റ് ചെയ്യാത്ത കുട്ടികൾ ഫസ്റ്റ് 3 days നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് കഴിയുമ്പോൾ അവർ അതുമായിട്ട് യൂസ്ഡ് ആവും. നമ്മളും അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുക. അവരെ ഇഷ്ടത്തിനാണ് നമ്മൾ ആദ്യം ഒരു 3 days ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അവരെ കൺവിൻസ് ചെയ്ത് അവരെ ഇഷ്ടത്തിന് കുറച്ച് കളികളും ഒക്കെ ആക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 3 to 5 days ആകുമ്പോഴത്തേക്ക് അവർ കംഫർട്ടബിൾ ആവും, അവർ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ആണ് കണ്ടിട്ടുള്ളത്. പല കേസിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ എല്ലാ കേസിലും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോഗ്നോസിസും പിന്നെ രോഗത്തിൻ്റെ സ്ഥിതിഗതികളും നമ്മൾ പേഷ്യൻ്റ് പാർട്ടീനെ അത്രയും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടികളാണെന്നുണ്ടെങ്കിൽ പാരൻസിനോട് നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയും. അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ സൈഡും അത്രയും അവെയർ ആയിരിക്കണം കുട്ടികളെ ട്രീറ്റ്മെൻ്റ് ആകുമ്പോൾ. അവരുടെ ഡോസ് ആണെങ്കിലും പിന്നെ അവർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും കെയർ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പേഷ്യൻറ്റിൻ്റെ കോപ്പറേഷനും ഒക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടാവും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ പലർക്കും ഉള്ള സംശയമായിരിക്കും, നമ്മൾ ആയുർവേദ മെഡിസിൻ കഴിക്കുമ്പോൾ അത് അലോപ്പതി കൂടെ കഴിച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് ചിലർ നമ്മൾ അലോപ്പതി മെഡിസിൻസ് ഞങ്ങൾ നിർത്തി അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പറഞ്ഞിട്ട് വരുന്ന പേഷ്യൻസുകൾ ഉണ്ടായിരിക്കും. അവരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? അലോപ്പതി നിർത്തുക എന്ന് വെച്ചാൽ അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും മെഡിസിൻ നിർത്തുമ്പോഴും മെഡിസിൻ തുടരുമ്പോഴും നമ്മൾ ഡോക്ടറെ ഒപ്പീനിയൻ കറക്റ്റായിട്ട് എടുക്കണം. അത് അലോപ്പതി മെഡിസിൻ ആണ് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ അലോപ്പതി ഡോക്ടർ ഒപ്പീനിയൻ എടുക്കണം, ആയുർവേദ മെഡിസിൻ ആണെങ്കിൽ ആയുർവേദ ഡോക്ടർ ഒപ്പീനിയൻ എടുക്കണം. നമ്മൾ കറക്റ്റ് അങ്ങനെ ഒരു പ്രോട്ടോകോൾ തന്നെയാണ് പോകുന്നത്. നമ്മളൊരു മെഡിസിനും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാറില്ല. കണ്ടീഷൻ വൈസ് അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. ഈ ബ്രെയിൻ ട്യൂമർ എന്നുള്ളൊരു അസുഖത്തെ കുറിച്ച് ഡോക്ടർ ഇത്രയും നമുക്കൊരു ഐഡിയ തന്നു. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് രോഗികൾക്ക് ഒരു അവയർനെസ് കൊടുക്കാം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഡോക്ടർ കൊടുക്കുക? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംറ്റംസ് എന്ന് വെച്ചാൽ ഓരോ ക്യാൻസർ രോഗികളുടെയും സ്റ്റാർട്ടിങ് സിംറ്റംസ് വളരെ സിമ്പിളായിട്ടുള്ളതാവും. ഇപ്പോൾ ബ്രെയിൻ ട്യൂമറൊക്കെ ആണെങ്കിൽ ഒരു തലവേദനയാവും. തലവേദന വരാത്ത ആളുകളില്ല. അപ്പം നമ്മൾ ഒരു തലവേദന വന്നാൽ ആ തലവേദന അല്ലേ എന്നുള്ള രീതിയിൽ അതൊരു അത്ര കാര്യമാക്കി എടുക്കൂല. അങ്ങനെ അല്ലാണ്ട് ഒരു പെട്ടെന്നുള്ള ഉണ്ടാവുന്ന തലവേദന, ഇപ്പോൾ മൈഗ്രെയിൻ പോലത്തെ തലവേദനകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയണം. മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസിനോട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറയുമല്ലോ, എനിക്ക് ഇന്നത് ചെയ്താൽ തലവേദന ഉണ്ടാവും, ഇന്നത് ചെയ്താൽ തലവേദന കുറയും എന്നുള്ളത് അവർ പറയും. പക്ഷെ ബ്രെയിൻ ട്യൂമറിൽ അങ്ങനെയല്ല, പെട്ടെന്നൊരു തലവേദന വരിക, അത് ചിലപ്പോൾ ഭയങ്കര സിവിയർ ആവും, അതിൻ്റെ കൂടെയുള്ള സിംറ്റംസ്. അപ്പോൾ സിംറ്റംസ് അവോയ്ഡ് ചെയ്യാണ്ടിരിക്കുക, പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, കറക്റ്റ് ഒപ്പീനിയൻ എടുക്കുക. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ച് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ ഡോക്ടർ ഷാനിക്ക് നമുക്കൊരു നന്ദി പറയാം. അതോടുകൂടി ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു രോഗം എന്ന് പറയുന്നത് നമ്മൾ രോഗി നിർണ്ണയിക്കുന്നതല്ല. അപ്പം നിങ്ങൾക്ക് ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സിംറ്റം വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഡോക്ടറെ അപ്രോച്ച് ചെയ്യേണ്ടതാണ്. അതോടുകൂടി തന്നെ നിങ്ങൾ സ്വന്തം മെഡിസിൻ എടുക്കാതെ തന്നെ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്ത് മെഡിസിനുകൾ എടുക്കുക. നമ്മൾ ഈ സെക്ഷൻ ഇന്ന് അവസാനിക്കുന്നു. നന്ദി.